അയ്യോ, ഇന്നൊരു കുഞ്ഞു തെറിക്കഥയാണ് കേട്ടോ. പറ്റാത്ത ആൾക്കാരൊക്കെ വേഗം പോക്കും, ഇല്ലാത്ത ആൾക്കാരൊക്കെ കേട്ടോ ഇരുന്നു. ഓക്കെ, അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സ്റ്റോറി. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ടൈമാണ്. ആ ടൈമില് ഒരു ദിവസം നമ്മൾ മോസ്റ്റ്ലി ഈ കേൾക്കുന്ന വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമായിട്ട് കേൾക്കുന്ന രണ്ട് തെറിവാക്കുകൾ പൂവും മയ്യും, അതാണല്ലോ. ഇങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ ഒരു ദിവസം അങ്ങനെ രണ്ട് വേർഡ്സ് വീട്ടിലിരിക്കുന്ന ടൈമിൽ കേൾക്കാനായിട്ട് സാഹചര്യം ഉണ്ടായി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനിരുന്നപ്പോ എല്ലാരും കൂടെ കഴിക്കുള്ളൂ. അപ്പൊ ഫുഡ് കഴിക്കാനിരുന്നപ്പോ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഈ പൂവിന്റെയും മൈന്റെയും അർത്ഥം എന്താന്ന് വെച്ചു. അപ്പൊ അമ്മ ഒക്കെ തന്നെ പറഞ്ഞു, അപ്പനല്ലേ എടുത്തിരിക്കണം, അപ്പന്റെ അടുത്ത് അങ്ങ് ചോദിക്കുന്നതാണ്. അപ്പൊ അപ്പ എന്റെ അടുത്ത് പറഞ്ഞ് ഒരു കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഏത് മോഡ്, മറ്റേ വിക്രം വേദ ഏതൊരു സിനിമ ഉണ്ടല്ലോ തമിഴില്, അതിനകത്ത് പറയത്തില്ലേ ഒരു കഥ ചൊല്ലട്ടുമ്പോ സാർ, ആ മോഡ്. അപ്പൊ അപ്പ എന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തു, കഥ പറയാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു കുട്ടി, അച്ഛനും അമ്മയും. ആ കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി. സ്കൂളിൽ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിനപ്പം കൊച്ചു വീട്ടിൽ വന്നിട്ട് എന്താ പറയാലും പൂവും മയ്യൊക്കെ കൂട്ടിയിട്ട് മാത്രമേ വിളിക്കുള്ളൂ. അപ്പം അപ്പനും അമ്മയും കൊച്ചിന്റെ അടുത്ത് ചോദിച്ചു, ഇതെവിടുന്ന ഇതെന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? കാരണം വീട്ടില് ഇവര് രണ്ടാളും അങ്ങനത്തെ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. അപ്പൊ കൊച്ചു പറഞ്ഞു, കൊച്ചിന്റെ ക്ലാസ്സിലെ ഫ്രണ്ട് വിളിക്കുന്നതാണ്, അവനെ വിളിക്കുന്നതാ പറഞ്ഞു. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു, അങ്ങനെ പറയില്ല, അങ്ങനെ വിളിക്കില്ല, അതെല്ലാം ബാഡ് വേർഡ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പം കൊച്ചൊക്കെ തന്നെ ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. അച്ഛനപ്പൊക്കെ തന്നെ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, പൂന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്, മൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു, കൊച്ച് ഈ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. പിന്നെ ഞാൻ ഈ കൊച്ചും അമ്മയും കൂടെ ഒരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയിട്ട് സദ്യ വിളമ്പി. അപ്പൊ ഫുഡ് ചോറിനകത്ത് ഒരു മുടി കിടക്കണ്ടായിരുന്നു. കൊച്ചൊക്കെ തന്നെ എടുത്ത വായിക്ക് ഉറക്കങ്ങ് വിളിച്ചു പോയി, അമ്മ അതോണ്ടേ ഈ പൂക്കകത്ത് ഒരു മൈ കിടക്കുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒക്കെ തന്നെ അവിടെ ഉണ്ട് ആൾക്കാരെല്ലാരും ചിരിച്ചു. ഓക്കെ, ഇതാണ് അപ്പൊ പറഞ്ഞ സ്റ്റോറി. അപ്പോഴും എനിക്ക് അർത്ഥം പറഞ്ഞു തന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ സാധനം ഞാൻ ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത് അത് തന്നെയാണ് അർത്ഥം എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. ചോറും മുടി അങ്ങനെയാ വിചാരിച്ചോണ്ടിരുന്നത്. പിന്നെ ഇതിനെന്തിനാ ഇങ്ങനെ തെറിവേർഡായിട്ട് കൺവേർട്ട് ചെയ്തെടുത്തേക്കണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ദുബായിൽ വന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 years ആയിട്ടുള്ളൂ ഞാൻ ഈ വേർഡ്സിന്റെ റിയൽ മീനിങ് അറിഞ്ഞതിനൊക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മാക്സിമം പിള്ളേരുടെ മുമ്പിൽ ഇരുന്ന് മാതിരി വാക്കുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. സ്കൂളിൽ ചെന്നിട്ടാണ് കിട്ടണമെങ്കിൽ പോലും വേറൊരു കൊച്ചിന്റെ അച്ഛനും അമ്മയും വിളിക്കണ കേട്ടിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കണ കേട്ടിട്ടായിരിക്കില്ല അതിന് കിട്ടിയിട്ടുള്ളത്. മാക്സിമം വേർഡ്സ് ഒന്നും യൂസ് ചെയ്തിരിക്കുക, ദാറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ എന്നെ പോലെ മണ്ണബുദ്ധികളായിട്ടുള്ള പിള്ളേര് നിങ്ങൾ ഇങ്ങനെ വേണ്ടാത്ത അർത്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വിളിച്ചു കൂവിന്നിരിക്കും. അതൊക്കെ അങ്ങനെയാ. അപ്പൊ ശരി, കഥ ഇനി കഥ.